ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന പുതിയൊരു ഗെയിമാണ് ഗൈസ്. ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ്. ഈ ഗെയിമിൻ്റെ പേരാണ് ലോക്കി ക്രാഫ്റ്റ്. ഓക്കെ ഗൈസ്, ഈ ഒരു ഗെയിം മൈൻക്രാഫ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ഗെയിമിലുണ്ട് ഗൈസ്. അതാണ് നമ്മൾ കളിക്കാനായിട്ട് പോകുന്നത് ഗൈസ്. നമ്മളെന്തായാലും വെറുതെ കളിക്കുകയല്ല, കുറച്ച് ഗോൾസ് അതിൽ നമുക്കുണ്ട്. നമ്മുടെ ഒന്നാമത്തെ ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ മരം വെട്ടുക, ബേസിക്കായിട്ടുള്ള സാധനങ്ങൾ, ഫുഡ് അതെല്ലാം നമുക്ക് സെറ്റാകണം. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ഏതാണ്ട് 2 സ്റ്റാക്ക് എടുത്തോളം മരം വെട്ടണം. മൂന്നാമത്തെ പറഞ്ഞാൽ നമ്മുടെ ബേസ് പണിയുള്ള സ്ഥലം കണ്ടുപിടിക്കണം. ഇത് മൂന്നാണ് നമ്മുടെ ഇന്നത്തെ ഗോൾ ഗൈസ്. നമ്മുടെ ഫസ്റ്റ് ഗോളായിട്ട് നമുക്ക് ചെയ്ത് തുടങ്ങാം ഗൈസ്. ഓക്കെ, നമ്മുടെ മരമൊക്കെ നമ്മൾ വെട്ടിക്കായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡിൻ്റെ ടൂൾസ് ഉണ്ടാകും ഗൈസ്. ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള വേണ്ട ടൂൾസ് വരെ എടുത്തിട്ട് നമുക്ക് ഫുഡിന് വേണ്ടിയുള്ള പുറകെ പോകാം ഗൈസ്. ടൂൾസ് സെറ്റായിട്ടുണ്ട്. പശു നിൽക്കി പശു ഇവിടെ എന്തുവാ മാറ എന്നോട് അവൻ്റെ കളി. ഞാൻ ആരാ ഗൈസ്? നമുക്ക് വേണ്ട കുറേ ഫുഡൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോണാണ് ഗൈസ് വേണ്ട. നമുക്ക് എന്തായാലും സ്റ്റോൺ എടുക്കുക, ഏറ്റവും അടി പോയിട്ട്. ഓക്കെ, ഇവിടെ കുറച്ച് സ്റ്റോണുണ്ട്, അതെടുത്തുകൊണ്ട് നമുക്ക് തിരിച്ച് കയറി വരാം ഗൈസ്. കുറേ ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങളൊന്ന് പറയണം ഗൈസ്, ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കണോ വേണ്ടയോ അതോ ഇത് തന്നെ കളിച്ചാൽ മതിയാന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കളിക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ വണ്ടേ കയറിയിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി ഒന്നും ഇവിടെ ചെയ്യല്ല, നമുക്കിനി മരം വെട്ടലായി തുടങ്ങാം ഗൈസ്. നമ്മുടെ ആക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് മരം വെട്ടാനായിട്ട് പോവാം ഗൈസ്. ഇനി മരം വെട്ടലാണ് ഗൈസ് ഫുള്ള്. ഓക്കെ, നമുക്കിനി മരം വെട്ടാനായിട്ട് പോവാം. എന്തായാലും ഇവിടെ കുറേ മരമുണ്ട്. ഇതാണ് നമ്മൾ വെട്ടാൻ പോകുന്നത്. ബ്രിച്ചോ അങ്ങനെ ഉണ്ടല്ലോ എൻ്റെ പേര്, അത് വെട്ടാൻ പോകണം ഗൈസ് നമ്മൾ. ഗൈസ്, നമ്മളാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ മരവും നമ്മൾ വെട്ടിക്കായിലെടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ എല്ലാ പണിയും തീരായിട്ടുണ്ട്. ഇനി എത്ര മരം ഉണ്ടെന്ന് വെച്ചാൽ ഏതാണ്ട് 1 സ്റ്റാക്ക് അടുത്തോളം ഉണ്ട് ഗൈസ്. നമ്മളൊരു ബെഡ് ഉണ്ടാക്കി, കാരണം നൈറ്റ് ആയിട്ടുണ്ട്. കാരണം സ്ലീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബെഡിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. എന്തായാലും കിടന്നുറങ്ങാം. ഓക്കെ, നൈറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം ഈ ഒരു ഗെയിം കിടിലാണ് കേട്ടോ. മൈൻക്രാഫ്റ്റ് പോലെയൊക്കെ തന്നെയാണ് ഏതാണ്ട് ഗൈസ്. നമ്മളങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട് ഗൈസ്. നമ്മളെന്തായാലും ഇനി കുറച്ചുകൂടെ മരം വെട്ടാനുണ്ട്. നമുക്കിനി കുറച്ചുകൂടെ ആയിട്ട് നമുക്കിനി അപ്പുറത്തോട്ട് പോകണം ഗൈസ്. നമ്മളെന്തായാലും ഇവിടെ വീട് പണിയുന്നില്ല. ഓക്കെ, കുറച്ചുകൂടെ മരം നമുക്ക് വെട്ടാം ഗൈസ്, കണ്ട് കാണാം ഗൈസ്. നമ്മൾ ഫുള്ള് മരമൊക്കെ വെട്ടി നമ്മുടെ ഇവിടെ നിന്നുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. നമ്മളിനി അപ്പുറത്ത് കാണുന്ന റോക്ക് ഭയമുണ്ട് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ഇവിടെ എനിക്ക് എത്ര വേസ്റ്റ് പണിയാൻ പറ്റിയ സ്ഥലമായിട്ട് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും ഇനി അപ്പുറത്തോട്ട് കാണാം ഗൈസ് നമുക്ക് ബാക്കി. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടെ കുറേ ഷീപ്പൊക്കെ ഉണ്ട്, നമുക്ക് അതിനെ തല്ലിക്കൊല്ലണം പോടാ ഗൈസ്. നമ്മളാണെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബേസ് പണിയാൻ പറ്റിയൊരു സ്ഥലം നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, നമ്മുടെ തൊട്ടടുത്ത് വലിയൊരു കേവ് ഞാൻ കാണുന്നുണ്ട് ഗൈസ്. എന്തെങ്കിലും അങ്ങോട്ടൊന്ന് പോവാം. ഓക്കെ, ഇവിടെ 2 പശുവിനെയൊക്കെ ആടിനെയൊക്കെ തല്ലിക്കൊല്ലുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഇറങ്ങണം ഗൈസ്. നിങ്ങളെന്തായാലും ഞാൻ പറഞ്ഞായിരുന്നു കമൻറ്റ് ചെയ്യണം മൈൻക്രാഫ്റ്റ് കളിക്കണോ വേണ്ടയോ. മൈൻക്രാഫ്റ്റ് പീസിലാണ് കളിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കളിക്കാം ഗൈസ്. നമുക്ക് എന്തായാലും കേവിനകത്ത് ഇറങ്ങാം ഗൈസ്. ഇവിടെ വെള്ളമുണ്ട്, നമുക്ക് അതിൽ കൂടെ അങ്ങ് ഇറങ്ങാം ഗൈസ്. നൈസ്. നമുക്ക് അയ്യോ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഗൈസ്? ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും പോയി തിരിച്ചെടുക്കാം, കുഴപ്പമില്ല. ഞാൻ ഇപ്പം എന്തായാലും അങ്ങോട്ട് പോട്ടെ ഗൈസ്. ശരി, എന്നാൽ അടുത്ത എപ്പിസോഡിൽ കാണാം.